ഭ്രൂണഹത്യ വേണ്ടേ വേണ്ടെന്ന് US വൈസ് പ്രസിഡന്റ്. തന്റെ പ്രസംഗത്തിൽ ഭ്രൂണഹത്യ വിരുദ്ധ സന്ദേശം ഊന്നിപ്പറഞ്ഞ് US പ്രസിഡന്റ് മൈക്ക് പെൻസ്. ടാംപാബയിലേക്ക് നടത്തിയ സന്ദർശനത്തിനിടയിലായിരുന്നു മൈക്ക് പെൻസ് ഇപ്രകാരം സംസാരിച്ചത്. സൂസൻ ബി ആന്റണി ലിസ്റ്റിനൊപ്പമുള്ള ഒരു ഭ്രൂണഹത്യ വിരുദ്ധ ഗ്രൂപ്പ് സംഘടിപ്പിച്ച ലൈഫ് വിൻസ് യാത്രയുടെ ഭാഗമായിട്ടായിരുന്നു പെൻസ് സന്ദേശം നൽകിയത്. അതോടൊപ്പം ബാപ്റ്റിസ്റ്റ് ദേവാലയത്തിൽ ഉച്ചതിരിഞ്ഞു നൽകിയ സന്ദേശത്തിനിടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു ഭ്രൂണഹത്യ വിരുദ്ധ പ്രസിഡന്റായിരുന്നുവെന്നും ഇനിയും അങ്ങനെ ആയിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മൈക്ക് പെൻസിന്റെ വാക്കുകളിലെ പ്രധാന ഭാഗം പ്രോ ലൈഫ് പോളിസിക്കുള്ള പിന്തുണയായിരുന്നു. വൈകിയുള്ള ഭ്രൂണഹത്യ അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ, മതസ്വാതന്ത്ര്യത്തിനുള്ള പിന്തുണ എന്നിവയും വൈസ് പ്രസിഡന്റിന്റെ സന്ദേശത്തിൽ ഉൾപ്പെട്ടു. അമേരിക്ക സ്വാതന്ത്ര്യം ഇഷ്ടപ്പെടുന്ന രാഷ്ട്രമാണ്, വിശ്വാസത്തിന്റെ രാഷ്ട്രവുമാണ്, അദ്ദേഹം പറഞ്ഞു. ലോഗോസ് ക്വിസ് 2020 ഡിസംബർ 27-ന് കേരള കാത്തലിക് ബൈബിൾ സൊസൈറ്റി സംഘടിപ്പിക്കുന്ന ലോഗോസ് ക്വിസ് 2020 മത്സരം COVID-19 പശ്ചാത്തലത്തിൽ വചന ഞായർ ആചരിക്കുന്ന 2020 ഡിസംബർ 27-ന് ഉച്ചകഴിഞ്ഞ് നടത്തുന്നതാണെന്ന് KCBC ബൈബിൾ കമ്മീഷൻ സെക്രട്ടറി ഫാദർ ജോൺസൺ പുതുശ്ശേരി അറിയിച്ചു. ഓഗസ്റ്റ് 31 വരെയാണ് പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സമയം. പ്രതികൂല സാഹചര്യങ്ങൾ തുടരുന്ന സ്ഥലങ്ങളിൽ ഇളവ് അനുവദിക്കുന്നതാണ്. ഇന്ത്യയിലെ 40 രൂപതകളിൽ നിന്ന് 6 ലക്ഷത്തോളം പേർ എല്ലാ വർഷവും പങ്കെടുക്കുന്ന ഈ വചനമാമാങ്കം മലയാളം, തമിഴ്, കന്നഡ, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലാണ് നടത്തപ്പെടുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ഓൺലൈൻ പരീക്ഷയ്ക്കും സൗകര്യമുണ്ട്. പാലായിലെ സമരിയക്കാർ. കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന പാലാ രൂപതയുടെ നേതൃത്വത്തിൽ പാലാ സമരിറ്റൻസ് എന്ന പേരിൽ കോവിഡ് ടാസ്ക് ഫോഴ്സ് തയ്യാറായി കഴിഞ്ഞു. രൂപതയിലെ എല്ലാ ഭാഗത്തും വോളണ്ടിയേഴ്സിനെ വിന്യസിക്കത്തക്ക വിധത്തിൽ 17 ഫൊറോനകളിൽ നിന്നും ഓരോ വൈദികനും ഓരോ അൽമായ നേതാവും നേതൃത്വം നൽകത്തക്ക വിധത്തിലാണ് ക്രമീകരണം ചെയ്തിട്ടുള്ളത്. പാലാ രൂപത ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ടിൻ്റെ നിർദ്ദേശാനുസരണമാണ് ഫോഴ്സ് തയ്യാറായിരിക്കുന്നത്. കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് 20 പേരടങ്ങുന്ന വൈദികരുടെയും അൽമായരുടെയും 2 സംഘങ്ങൾക്ക് പാലാ ബിഷപ്പ് ഹൗസിൽ വെച്ച് പ്രത്യേക ട്രെയിനിങ് നൽകി. കോട്ടയം DMOയുടെയും പാലാ ജനറൽ ആശുപത്രിയുടെയും നേതൃത്വത്തിലുള്ള ആരോഗ്യ വിദഗ്ധരാണ് ക്ലാസുകൾ നയിച്ചത്. രൂപതയ്ക്കുള്ളിൽ ക്രിസ്ത്യാനികളുടെ ഇടയിൽ മാത്രമല്ല, അക്രൈസ്തവ സഹോദരങ്ങൾക്കും വേണ്ടി വന്നാൽ രൂപതയ്ക്ക് വെളിയിലും ഈ ഫോഴ്സിൻ്റെ സേവനം ലഭ്യമാക്കണമെന്ന് ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പാലാ സമരിറ്റൻസിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് നിർദ്ദേശിച്ചു. കൈത്താങ്ങായി AKCC. അശരണരെ സഹായിക്കണേ എന്ന ആപ്തവാക്യവുമായി കത്തോലിക്ക കോൺഗ്രസ് AKCC ദുരിതമനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങായി മാറി. തൃക്കാക്കര കരുണാലയത്തിലെ വയോജനങ്ങൾക്കും കോവിഡ് രോഗികൾക്കും ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ എത്തിച്ചു നൽകിയാണ് AKCC മാതൃകയായത്. ഇവർക്ക് വേണ്ട കാർഷിക ഉൽപ്പന്നങ്ങൾ വിവിധ ഇടവക യൂണിറ്റ് കേന്ദ്രങ്ങളിൽ നിന്നും കൂടാതെ വിവിധ സന്നദ്ധ പ്രവർത്തകരും ശേഖരിച്ചു. സാമ്പത്തിക പിന്നാക്കക്കാർക്കുള്ള സംവരണം നടപ്പിലാക്കണം. മാർ ആൻഡ്രൂസ് താഴത്ത്. സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലുള്ള സംവരണേതര വിഭാഗങ്ങളിലുള്ളവർക്ക് നടപ്പിലാക്കിയിട്ടുള്ള 10% സംവരണം അർഹിക്കുന്നവർക്ക് നിഷേധിക്കുന്ന രീതിയിലുള്ള വിവിധ വകുപ്പുകളുടെ പ്രവർത്തനത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തി സീറോ മലബാർ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ. സർക്കാർ ജോലികളിലും വിദ്യാഭ്യാസ പ്രവേശനത്തിലും 10% സംവരണം നടപ്പിലാക്കിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവ് കാര്യക്ഷമമായി നടപ്പിലാക്കണമെന്ന് കമ്മീഷൻ ചെയർമാൻ മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യമന്ത്രിക്ക് നൽകിയ നിവേദനത്തിൽ ആവശ്യപ്പെട്ടു. സംവരണേതര വിഭാഗത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സംവരണത്തിൻ്റെ ആനുകൂല്യം നഷ്ടമാകാതിരിക്കാൻ ബന്ധപ്പെട്ട എല്ലാവരും ജാഗ്രത പാലിക്കണമെന്നും പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ പത്രക്കുറിപ്പിൽ മാർ ആൻഡ്രൂസ് താഴത്ത് ആവശ്യപ്പെട്ടു. കോവിഡ് ടാസ്ക് ഫോഴ്സിൻ്റെ നേതൃത്വത്തിൽ മൃതസംസ്കാരം നടത്തി. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി പാലാ രൂപതയിൽ രൂപീകൃതമായ പാലാ സമരിറ്റൻസ് എന്ന പേരിലുള്ള സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ്
കോവിഡ് രോഗം സ്ഥിരീകരിച്ച വ്യക്തിയുടെ മൃതശരീരം പൂർണ്ണ ബഹുമതികളോടെ സംസ്കരിച്ചു. കോവിഡ് രോഗം ബാധിച്ച് മരിക്കുന്നവരുടെ മൃതസംസ്കാരത്തിനായി ഗവൺമെൻറ് പുറപ്പെടുവിച്ച പ്രോട്ടോകോൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ട് 12 അടി താഴ്ചയിൽ പ്രത്യേകം തയ്യാറാക്കിയ കല്ലറയിൽ പൂർണ്ണമായും മതപരമായ ചടങ്ങുകളോടെയാണ് മൃതദേഹം സംസ്കരിച്ചത്. അടിയന്തര ഘട്ടങ്ങൾ നേരിടാനുള്ള ലീഡേഴ്സ് ട്രെയിനിംഗ് പ്രോഗ്രാം നടന്ന് വൈകാതെ തന്നെ മരണാനന്തര ചടങ്ങുകൾക്ക് നേതൃത്വം വഹിക്കാനായത് ഫോഴ്സിലെ അംഗങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു. കോതനല്ലൂർ, കുറവിലങ്ങാട് ഫൊറോനകളിലെ അൽമായരും വൈദികരുമടങ്ങുന്ന 2 ടീമുകളിലെ വ്യക്തികളാണ് മൃതസംസ്കാര ശുശ്രൂഷകൾ നടത്തിയത്. കോട്ടയം അതിരൂപതയും കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുക എന്ന ലക്ഷ്യത്തോടെ കോവിഡ് സപ്പോർട്ട് ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കുന്നു. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതോടൊപ്പം കോവിഡ് ബാധിച്ച് മരിക്കുന്നവരുടെ മൃതസംസ്കാര ശുശ്രൂഷകൾക്കും സന്നദ്ധ പ്രവർത്തകരുടെ സേവനങ്ങൾ ഉറപ്പുവരുത്തുന്നതിനാണ് അതിരൂപതയുടെ നേതൃത്വത്തിൽ ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കുന്നത്. സാമൂഹ്യ സേവന വിഭാഗമായ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെയും യുവജന സംഘടനയായ ജ്ഞാനായ കാത്തലിക് യൂത്ത് ലീഗിൻ്റെയും സംയുക്ത നേതൃത്വത്തിലാണ് ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കുന്നത്. മൃതസംസ്കാരത്തിന് വോളണ്ടിയർമാരായി യുവവൈദികർ. ചെമ്മണ്ടയിൽ ആത്മഹത്യ ചെയ്ത വ്യക്തിക്ക് കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് മാന്യമായ ക്രിസ്തീയ ആചാരപ്രകാരമുള്ള സംസ്കാര ശുശ്രൂഷ നടത്തിയത് യുവവൈദികർ. മരണശേഷം നടന്ന പരിശോധനയിൽ ഇദ്ദേഹത്തിന് COVID-19 സ്ഥിരീകരിച്ചതോടെ ചെമ്മണ്ട ലൂർദ് മാതാ പള്ളിയിൽ കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് സംസ്കരിക്കുവാൻ ആദ്യം തീരുമാനിച്ചിരുന്നെങ്കിലും 10 അടി താഴ്ചയിൽ കുഴിയെടുക്കുവാൻ ശ്രമിച്ചപ്പോൾ വെള്ളം കണ്ടതിനെ തുടർന്ന് SNBS സമാജം മുക്തിസ്ഥാനിൽ ദഹിപ്പിക്കുവാൻ തീരുമാനിക്കുകയായിരുന്നു. മൃതശരീരം ദഹിപ്പിച്ചതിന് ശേഷം ഭൗതിക അവശിഷ്ടങ്ങൾ ചെമ്മണ്ടയിലേക്ക് കൊണ്ടുവന്ന് തിരുക്കർമ്മങ്ങളോടുകൂടി പള്ളി സെമിത്തേരി കല്ലറയിൽ അടക്കം ചെയ്യുന്നതിന് വികാരി ഫാദർ ബെന്നി ചെറുവത്തൂർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പാലിയേറ്റീവ് കെയർ കോർഡിനേറ്റർ ഫാദർ ഡിബിൻ ഐനിക്കൽ, തോംസൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. സമർപ്പിത സമൂഹങ്ങൾക്കായുള്ള കമ്മീഷന് പുതിയ സെക്രട്ടറി. സമർപ്പിത സമൂഹങ്ങൾക്ക് വേണ്ടിയുള്ള സീറോ മലബാർ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ കമ്മീഷൻ സെക്രട്ടറിയായി റവറൻഡ് ഡോക്ടർ സെബാസ്റ്റ്യൻ മുട്ടംതൊട്ടിൽ MCBS നിയമിതനായി. കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് മാർ ജോസ് പൊരുന്നേടമാണ് നിയമനം നടത്തിയിരിക്കുന്നത്. സുവിശേഷവൽക്കരണത്തിനും പ്രവാസികളുടെ അജപാലനത്തിനുമുള്ള കമ്മീഷൻ, ദൈവവിളിക്കായുള്ള കമ്മീഷൻ, 4ാമത് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിയുടെ തുടർ നടപടികൾക്ക് വേണ്ടിയുള്ള കമ്മിറ്റി എന്നിവയുടെ സെക്രട്ടറിയായും അച്ഛനിപ്പോൾ സേവനം ചെയ്തു വരുന്നു. KCBC പ്രത്യേക പ്രാർത്ഥന നടത്തി. കനത്ത മഴയെ തുടർന്ന് മൂന്നാർ രാജമലയിൽ മണ്ണിടിച്ചിലിൽ 20ഓളം ആളുകൾ മരിക്കുകയും 60ലേറെ പേരെ കാണാതാവുകയും ചെയ്ത ദുരന്തത്തിൽ KCBCയുടെ വർഷകാല സമ്മേളനത്തിൽ പ്രസിഡന്റ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി അഗാധമായ ദുഃഖവും നടുക്കവും രേഖപ്പെടുത്തി. ജീവൻ നഷ്ടമായവരുടെ ആത്മശാന്തിക്കായി സമ്മേളനം പ്രത്യേക പ്രാർത്ഥന നടത്തി. പ്രളയ ദിവസങ്ങളിൽ പ്രത്യേക ജാഗ്രത പുലർത്തണമെന്നും സാധ്യമായ എല്ലാ മുൻകരുതലുകളും സ്വീകരിക്കുകയും സർക്കാർ നൽകുന്ന മുന്നറിയിപ്പുകളും നിർദ്ദേശങ്ങളും പാലിക്കുകയും ചെയ്യണമെന്നും KCBC ആഹ്വാനം ചെയ്തു. കൂടുതൽ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ സൺഡേ സ്റ്റാർഡം യൂട്യൂബ് ചാനൽ. ഇൻസ്റ്റന്റ് അപ്ഡേറ്റ്സിനായി ബെല്ലൈക്കൺ അമർത്തൂ. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എഴുതി അറിയിക്കൂ. ഇമെയിൽ ID editorialsunday@gmail.com